പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NASൻ്റെ SSLC +2 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാം എന്നായിരിക്കും. അതേപോലെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള റെക്കോർഡ് റൈറ്റിംഗ് PCP ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സാധാരണയായിട്ട് കഴിഞ്ഞുപോയ വർഷങ്ങളിലൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഏപ്രിൽ ബാച്ചിലെ പ്രാക്ടിക്കൽ എക്സാം മാർച്ച് 10 ശേഷം മാർച്ച് 11 മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അവസാനിക്കുന്നത് മാർച്ച് 31. എക്സാമിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ എക്സാം സാധാരണയായി നടക്കുന്നത് നിങ്ങളുടെ NASൻ്റെ ID കാർഡിലുള്ള സ്റ്റഡി സെൻറ്ററിലാണ്. നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ കൊടുത്ത ഫസ്റ്റ് സെൻറ്ററിലാണ് നടക്കുന്നത്. അതിൻ്റെ ഡേറ്റൊക്കെ ഏകദേശം മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ പബ്ലിഷ് ചെയ്യും. അതിനു മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് PCP ക്ലാസ്സിന്, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം എന്ന് പറയുന്ന ക്ലാസ്സിന് നിങ്ങൾ പങ്കെടുക്കണം. അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം പോലെ തന്നെയാണ്. പ്രാക്ടിക്കൽ എക്സാമിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാർക്ക് ക്ലാസ്സിന് ലഭിക്കുന്നതാണ്. എന്തെങ്കിലും കാരണവശാൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വിഷയം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം സെൻറ്ററുമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം. പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് PCP ക്ലാസ്സിന് പങ്കെടുക്കാൻ കഴിയില്ല. അവർ ചിലപ്പോൾ എക്സാമിൻ്റെ ലീവ് കരുതിയിട്ടായിരിക്കും നാട്ടിലെത്തുന്നത്. അത്തരം സാഹചര്യമുള്ളവരൊക്കെ അവരെ കാര്യങ്ങൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ റെക്കോർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ആ റെക്കോർഡിലുള്ള എഴുതേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ PCP ക്ലാസ്സിന് പോകുന്ന NASൻ്റെ സ്റ്റഡി സെൻറ്റർ, നമ്മൾ ഫസ്റ്റ് സെൻറ്ററായി കൊടുത്ത ID കാർഡിലെ സ്റ്റഡി സെൻറ്ററിലാണ് നിങ്ങളുടെ റെക്കോർഡ് റൈറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ് അവിടെ നടക്കുന്നത് PCP ക്ലാസ്സിലൂടെ. അപ്പോൾ എന്തെല്ലാമാണ് റെക്കോർഡിൽ എഴുതേണ്ടത്, പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡാറ്റ എൻട്രി, ഹോം സയൻസ്, പെയിൻറ്റിങ്, ഇതുപോലുള്ള വിഷയങ്ങൾക്കൊക്കെ റെക്കോർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് അവരുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അതിലെന്തെല്ലാം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് നിങ്ങൾ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചായിരിക്കണം. അവർ പറയാണ് ഇവിടെ PCP ക്ലാസ് ഇല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് റെക്കോർഡിൽ എഴുതാം. അതേപോലെ തന്നെ നമ്മളോട് ഇഷ്ടമുള്ള എക്സ്പെരിമെൻ്റ് എഴുതിക്കോളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എഴുതാം. അല്ലാത്ത ഒരു കാരണവശാലും നമ്മൾ പുറത്തു നിന്നുള്ള പ്രാക്ടിക്കൽ റെക്കോർഡുകൾ അവരുടെ സമ്മതമില്ലാതെ ആരും എഴുതരുത്. അത് നിങ്ങളുടെ മാർക്കിനെ, പബ്ലിക് എക്സാമിൻ്റെ മാർക്കിനെ ബാധിക്കുന്നതാണ്. താങ്ക് യു.